ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ ഹെലികോപ്റ്ററിൻ്റെ RC ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വരുമെന്നും. സോ ആ പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. എക്സൈഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡോർ ഔട്ട്ഡോർ ഫ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കൂൾസ് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 3D ഫ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്തിട്ട് ഓടി വരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ കുത്തിയിട്ട് ചാർജ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ബട്ടൺ വരുന്നത്, ഓൺ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. സോ നമ്മുടെ നോർമൽ മൊബൈൽ ചാർജിൻ്റെ കേബിളൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഫുള്ളി പ്ലാസ്റ്റിക്കാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് പറക്കുന്നത്. സോ നമുക്കിത് പറക്കില്ലെന്നൊക്കെ നോക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. ഇതിനകത്ത് 2 ബട്ടണേ ഉള്ളൂ. ഇത് ഓണാക്കാനുള്ള ബട്ടണും ഇത് അപ്പ് ചെയ്യാനുള്ള ബട്ടണുമാണ് വരുന്നത്. പിന്നെ 2 ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഇത് പറപ്പിച്ച് നോക്കാം. ഗൈസ്, നമ്മുടെ ഹെലികോപ്റ്റർ ഓൺ ആയിട്ടുണ്ട്. ഇത് പറക്കില്ലെന്ന് നമുക്ക് അതിൽ വിട്ട് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെലികോപ്റ്റർ അതിൻ്റെ പറത്തൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറെങ്കിലും ഇത് കുത്തിയിടണമെന്നാണ് ആദ്യം എഴുതുന്നത്. സോ 2 മണിക്കൂർ കുത്തിയിട്ടാലേ ചാർജ് ഫുള്ളാകത്തുള്ളൂ. സോ 2 മണിക്കൂർ കുത്തിയിട്ടിട്ടും വെറും 10 മിനിറ്റ് താഴെ നമുക്കിത് പറപ്പിക്കാൻ പറ്റത്തുള്ളൂ. 10 മിനിറ്റിൽ 5 മിനിറ്റ് പോലും തികച്ച് പറപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. 2 റൗണ്ടൊക്കെ കറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചാർജ് ഫുള്ളി തീർന്നു പോകും. ഈ LED ലൈറ്റ് നമ്മളിപ്പോൾ ഇവിടെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LED ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബട്ട് സാധനം ഫ്ലൈ ചെയ്യില്ല കേട്ടോ. ഇങ്ങനൊന്ന് ഇതിൻ്റെ വിങ്സ് ഒന്ന് ഓണായിട്ട് ഫാനൊന്ന് ഓണായിട്ട് അങ്ങനെ നിന്ന് പോകും. പിന്നെ വീണ്ടും നമ്മൾ ചാർജ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് പറക്കത്തുള്ളൂ. അതും വീണ്ടും ഒരു 5 മിനിറ്റൊക്കത്തേക്കൊക്കെ പറക്കത്തുള്ളൂ. സോ ഇതിൻ്റെ കുഴപ്പമാണോ ഇതിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും 290 ആണ്. 290 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ 290 രൂപയ്ക്ക് ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പ്രൈസിനൊക്കെ ഒരു RC ഒക്കെ മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് പറപ്പിച്ച് നോക്കണം എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. ഫുള്ളി പ്ലാസ്റ്റിക്കാണ് വരുന്നത്. സോ ഇവിടെയൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് താഴെ വീണപ്പോഴേക്കും ഇതൊക്കെ ഊരിപ്പറഞ്ഞ് കൈ ഇരുന്നായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക്. അപ്പോൾ ഇതുപോലുള്ള പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നതായിരിക്കും. സോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.